ഇന്നൊരു ശനിയാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഗസ്റ്റ് ഉണ്ടായിരുന്നു, സോറി. അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചൊന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് മീൻ ചേട്ടനെ കണ്ടത്. മീൻകാരൻ ചേട്ടൻ, പക്ഷേ രണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കോമൺ ആയിട്ട് മത്തി, അയല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ മേടിക്കാറുള്ളൂ കേട്ടോ. ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ ഒന്ന് കാണാനാണെങ്കിലും ഒരു രസമല്ല, അങ്ങനെ ഒന്ന് പോയതാണ്. ഞങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെ എല്ലാ ഐറ്റംസും വരും കേട്ടോ. അതായത് വെജിറ്റബിൾസ് ആണെങ്കിലും മത്തി, അയല, ഫിഷ് ആണെങ്കിലും ഇറച്ചി അങ്ങനെയൊന്നുമില്ല, ബാക്കി എല്ലാ ഐറ്റംസും. പക്ഷേ എല്ലാം അവൈലബിൾ ആകുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഞങ്ങൾ ദോശ കുത്തീരയിലാണ് പോയത്. അവിടെ പുലാവ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മോൾക്ക് അവിടുത്തെ ദോശ ഭയങ്കര ഇഷ്ടമാണ്, ബട്ടർ ദോശ, ഗീ റോസ്റ്റ്, അത് മൊത്തം കഴിച്ചോളൂ. ഒരു കോഫിയും പിന്നെ മസാല ദോശ, കാരാദോശ, പൊടി ഇഡ്ഡലി, പൊടി ദോശ, പിന്നെ വട, എല്ലാത്തിനും ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാം കഴിച്ച് വയറ് നിറച്ചിട്ടാണ് വന്നത്. പിന്നെ സാരി, ഇതെന്താണെന്ന് പറയുക, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ, ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പുതിയ സെറ്റ് സാരി വന്നതിൻ്റെ ഞങ്ങൾ ലേബിലൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ ട്രൈ ആക്കാൻ വേണ്ടി സ്റ്റിക്കർ ട്രൈ ആക്കാൻ ഇട്ടതായിരുന്നു. നെക്സ്റ്റ് ഡെക്കത്തലോണിലോട്ടാണ് പോയത്. എന്തിനാണ് പോയതെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡിൻ്റെ അനിയനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവന് ഡെക്കത്തലോണിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്കിങ്ങനെ മേടിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ചുമ്മാ കാണാനൊരിഷ്ടം. അങ്ങനെ ഡെക്കത്തലോണിൽ ഫസ്റ്റ് ഫ്ലോർ സൂപ്പറാണ് കേട്ടോ, കാരണം അവിടെ ഫുഡ് കോർട്ട് ഉണ്ട്, പിന്നെ നല്ല ഫുഡുമാണ്, സാൻഡ്വിച്ചൊക്കെ സൂപ്പറാണ്. എസ്പെഷ്യലി എഗ് സാൻഡ്വിച്ച് ട്രൈ ചെയ്യണം കേട്ടോ പോകുന്ന ആൾക്കാർ. ഇത് ബെന്നാർഘട്ട ഡെക്കത്തലോണാണ്. ഇവിടെ കളിക്കുന്ന ഏരിയ, പിന്നെ നീച്ച് റെസ്റ്റ് റൂം ഒക്കെ ഉണ്ട്. അങ്ങനെ ഡെക്കത്തലോണിൽ നിന്ന് വലിയ സാധനങ്ങളൊന്നും മേടിക്കാതെ ഞങ്ങൾ സൂഫി മന്തിയിൽ പോയി. സൂഫി മന്തിയുടെ പാർക്കിങ് അതിൻ്റെ അണ്ടറിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു, കുറച്ച് അപ്പുറത്തായിരുന്നു. അപ്പോൾ സൂഫി മന്തി പോകുന്നവർ പാർക്ക് ഫസ്റ്റ് ചെയ്തിട്ട് മന്തിക്കടയിലോട്ട് പോകുക, അല്ലെങ്കിൽ ഫുള്ള് യൂ ടേൺ അടിക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ സൂഫി മന്തി അനിയന് ഭയങ്കര ഇഷ്ടമാണ്. മന്തി എന്ന് കേട്ടപ്പോഴേ അവൻ ഇവിടെ തന്നെ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ആ മന്തിയുടെ ആ പ്ലേറ്റിൽ ആ റൈസും ആ 4 കാലിലുള്ള ചിക്കൻ അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞൊരു ഫീലിംഗാണ്. എനിക്ക് റൈസ് ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഐ ആം നോട്ട് എ മന്തി ഫാൻ. വലിയ റൈസും, പക്ഷേ എന്തോ ഒരു ടേസ്റ്റ്. അങ്ങനെ മയോണൈസും ഞങ്ങളെപ്പോഴും നോർമലി നഹ്ദി മന്തിയിലാണ് പോകാറ്, മടിവാളി ഉള്ളത്. ഇവിടെ മറ്റേ എനിക്ക് മിസ് ചെയ്ത ഒരു നഹ്ദി മന്തിയിൽ ഒരു സാലഡ് കിട്ടുമായിരുന്നു, ഒരു പൈനാപ്പിൾ, ഒരു കുക്കുംബറൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തു.